ഈ ഒരു വീഡിയോ പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടോ അല്ലെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്തോളൂ. പക്ഷെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. കറണ്ട് ചാർജ് ഏറ്റവും കൂടുതലാവുന്നുള്ള തെറ്റായ ധാരണ കൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് വീടുകളിൽ ഒഴിവാക്കുന്ന ഒരു സാധനമാണ് ഇലക്ട്രിക് പ്രഷർ കുക്കറും ഇലക്ട്രിക് റൈസ് കുക്കറും. കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ മറ്റുള്ള പാചകവാതകത്തിനെക്കാട്ടും ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഇതുപോലത്തെ റൈസ് കുക്കറും പ്രഷർ കുക്കറും തന്നെയാണ് കേട്ടോ. ഒരുവിധപ്പെട്ടിട്ടുള്ള ഇലക്ട്രിക് റൈസ് കുക്കറിൽ ഇതുപോലത്തെ 2 പാത്രവും അതേപോലെ കുക്കിംഗ് പ്ലേറ്റും ഉണ്ടാവും. കുക്കിംഗ് പ്ലേറ്റ് വെച്ച് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നൂർജഹാന്റെ സ്ലിം ആയിട്ടുള്ള അരിയാണ് എടുത്തത്. 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് എന്നുള്ള തോതിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. നിങ്ങളുടെ അരിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് മാറ്റം വരും കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാലക്കാടൻ മട്ട കുറുവ പോലത്തെ അരിക്ക് വെള്ളം അതേപോലെ വേവും വ്യത്യസ്ത തരത്തിലായിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ. അരിയും അതേപോലെ വെള്ളവും ഒന്നിച്ച് ഇട്ട് കൊടുത്ത ശേഷം ആ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഭാഗം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമുക്കുള്ള മറ്റുള്ള പണിക്ക് നമുക്ക് വേണ്ടി പോകാൻ വേണ്ടി പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾക്ക് കറണ്ട് ചാർജും കുറയ്ക്കണം, നിങ്ങൾക്ക് സമയം നല്ല രീതിയിൽ ബാലൻസ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത പാത്രം അതിന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കേണ്ട എന്ത് സാധനങ്ങളും ഇതിന്റെ മുകളിലത്തെ പാത്രത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ രസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മാത്രം മതിയല്ലോ. അപ്പോൾ നമ്മൾ ചോറിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇതേപോലെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി സ്റ്റീം ചെയ്യേണ്ട മറ്റുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഗ്യാസ് സ്റ്റൗവിനെ പോലെ നിരന്തരം ഇതൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് അത് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീപ് വാം മോഡിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും കേട്ടോ. പിന്നെ സുരക്ഷിതമാണ്, കുട്ടികൾക്ക് വരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റുള്ള കുക്കിംഗ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരേ രീതിയിൽ, ഇനി അരിയാണെങ്കിൽ ഒരേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കിട്ടും. അടിയിലുള്ള റൈസും അതേ മുകളിലുള്ള റൈസും ഒരേ വേവ് തന്നെ ആയിരിക്കും കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്നുള്ള കാര്യം. ചോറ് മാത്രമല്ല കേട്ടോ, നമുക്ക് പുലാവ്, ബിരിയാണി, സ്റ്റീം ആയിട്ടുള്ള ഐറ്റം എല്ലാം ഈ ഒരു ഐറ്റമിൽ ഉണ്ടാക്കാം. ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അതിന് മുകളിലുള്ള പാത്രങ്ങളും മറ്റുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 500 വാട്ട്സ് മുതൽ 1000 വാട്ട്സ് വരെയുള്ള ഇലക്ട്രിക് റൈസ് കുക്കർ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. സാധാരണഗതിയിൽ ഒരു 700 വാട്ട്സ് കപ്പാസിറ്റി ഉള്ള ഒരു ഇലക്ട്രിക് റൈസ് കുക്കറിൽ നമ്മൾ 1 മണിക്കൂർ കുക്ക് ചെയ്യുന്ന സമയത്ത് 0.7 യൂണിറ്റ് ആണ് കേട്ടോ കറണ്ട് ചാർജ് ആവുന്നത്. നമ്മളെ കേരളത്തിന്റെ കറണ്ട് ചാർജിന്റെ നോക്കുകയാണെങ്കിൽ ഒരു 6 രൂപ മുതൽ 8 രൂപ വരെ ചാർജാണ് ഈ 1 മണിക്കൂർ പ്രവർത്തിക്കുന്ന സമയത്ത്. അപ്പൊ ശരാശരി നമ്മൾ ഒരു 30 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മണിക്കൂർ വെച്ചിട്ട് ഇത് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ എത്രയാണ് കറണ്ട് ചാർജ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക. ഇനി നേരിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിക്ഷാന്റെ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ് കേട്ടോ. ഇനി കറണ്ട് ചാർജ് കൂടുന്നുള്ള തെറ്റായ ധാരണയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ആ ഒരു ധാരണ നമുക്ക് എന്തായാലും മാറ്റണം.